അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഭാര്യയും ഭർത്താവും പരസ്പരം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത 10 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് ദാമ്പത്യ ജീവിതം. നമുക്ക് ലഭിച്ച ഇണയെ ആവോളം സ്നേഹിച്ച് മതിവരുവോളം സ്നേഹിച്ച് ഈ ചെറിയ ജീവിതത്തിൽ ഒരു മനോഹരമായ സ്വർഗം ഒരുമിച്ച് പണിത് ആ സ്വർഗത്തിൽ ജീവിച്ച് ഈമാനോടുകൂടെ മരണപ്പെട്ട് നാളെ സ്വർഗത്തിൽ വീണ്ടും ഭാര്യയും ഭർത്താക്കളുമായി ഒന്നിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവരാണ് യഥാർത്ഥ ദമ്പതികൾ, വിജയികളായ ദമ്പതികൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ദാമ്പത്യ ജീവിതം നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ആമീൻ എന്ന് കമൻറ്റ് ചെയ്യുക. അള്ളാഹു സ്വീകരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ചുറ്റുഭാഗത്ത് എത്രയോ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ജീവിക്കാൻ കഴിയാതെ എപ്പോഴും പ്രശ്നങ്ങളിലും കലഹങ്ങളിലും കഴിയുന്നവരുണ്ട്. ഒരുപക്ഷെ അവർ ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അവർക്കിടയിൽ ഉണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങൾ കൊണ്ടോ ആവാം അവർക്ക് ആ ദാമ്പത്യ ജീവിതത്തിൻ്റെ മനോഹാരിത അനുഭവിക്കാൻ കഴിയാത്തത്. എന്നാൽ അള്ളാഹു ബറക്കത്ത് നൽകിയ ഭാര്യയും ഭർത്താവും അവരുടെ ജീവിതം സ്വർഗമാണ്. ദുനിയാവിൻ്റെ ഏത് കോണിലേക്ക് പോയി കഴിഞ്ഞാലും തൻ്റെ വീട്ടിലേക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവ്, ലോകത്തിൻ്റെ എവിടേക്ക് പോയാലും വീട്ടിലേക്ക് തൻ്റെ പ്രിയപ്പെട്ടവൻ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഭാര്യ, അവരുടെ ജീവിതം എത്ര മനോഹരമായിരിക്കും. അവർക്കുണ്ടാകുന്ന മക്കൾ അവരെത്ര സന്തോഷത്തിലായിരിക്കും ആ കുടുംബത്തിൽ വളർന്നു വരിക. അവരാണ് പിന്നീട് സമൂഹത്തിന് ഉപകരിക്കുന്ന മക്കളായി മാറുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹമുള്ള ഒരുമയുള്ള ഭാര്യയും ഭർത്താവുമായി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും പരസ്പരം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത 10 കാര്യങ്ങളെക്കുറിച്ചാണ്. ആ 10 കാര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അത് ഒഴിവാക്കിയിട്ട് വളരെ സ്നേഹത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ, സൗഹാർദ്ദത്തോടുകൂടെ ജീവിക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, ഉമൂറുൻ ലാ യജൂസു ലിസ്സൗജൈനി ഫിഅലുഹാ, നമ്മൾ ഇന്ന് പറയുന്നത് ചില കാര്യങ്ങളാണ്. ഭാര്യയും ഭർത്താവും പരസ്പരം ചെയ്യാൻ പാടില്ലാത്ത, അരുതാത്ത കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം സൂഉൽ കലാമാണ്, മോശമായ സംസാരം. ഭാര്യയും ഭർത്താവും നന്നായിട്ട് സംസാരിക്കണം. ചിലപ്പോൾ പിണക്കങ്ങളുണ്ടാകും, കലഹങ്ങളുണ്ടാകും. എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അനാവശ്യമായ സംസാരം. ഒരാളുടെ മഹത്വത്തെ, ബഹുമാനത്തെ ഹനിക്കുന്ന രൂപത്തിലുള്ള വാക്കുകൾ ഒരിക്കലും പറയാൻ പാടില്ല. ഭാര്യ ഭർത്താവിനെ കുറിച്ചും പറയാൻ പാടില്ല, ഭർത്താവ് ഭാര്യയെക്കുറിച്ചും പറയാൻ പാടില്ല. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഈ സമയത്ത് നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കുകളെ ഉപയോഗിക്കാവൂ. ഒരിക്കലും അനാവശ്യമായ തെറി പോലെയുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. അവളുടെ കുടുംബത്തെക്കുറിച്ച്, അവൻ്റെ കുടുംബത്തെക്കുറിച്ച്, മാതാവിനെയോ പിതാവിനെയെക്കുറിച്ച്, അവരുടെ ശരീരത്തെക്കുറിച്ച്, അവരുടെ നിറത്തെക്കുറിച്ച്, അവരുടെ ഭംഗിയെക്കുറിച്ച്, ഇങ്ങനെ അവരുടെ മനസ്സിൽ മുറിവേൽപ്പിക്കുന്ന രൂപത്തിലുള്ള വാക്കുകൾ ഒരിക്കലും ഭാര്യയോ ഭർത്താവോ ഉപയോഗിക്കാൻ പാടില്ല. വഖൂലൂ ലിന്നാസി ഹുസ്നാ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, വഖൂലൂ ലിന്നാസി ഹുസ്നാ. ഒരു മനുഷ്യൻ്റെ മനസ്സിനെ മുറിവേൽപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും മൂർച്ചയുള്ള ആയുധമാണ് ഒരാളുടെ നാവ്. ഈ നാവ് കൊണ്ട്, ആ മൂർച്ചയുള്ള ആയുധം കൊണ്ട് ഒരിക്കലും തൻ്റെ പ്രിയപ്പെട്ട ഇണയെ പ്രഹരിക്കരുത്. അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകും. മാത്രമല്ല, പിന്നീട് അവർ ഒന്നിച്ചു കഴിഞ്ഞാലും മനസ്സിനേറ്റ മുറിവിനെ അത് മായ്ച്ചു കളയാൻ കഴിയില്ല. അല്ലെ, ഒരുപാട് ആളുകളുണ്ടാകും തെറി വിളിക്കുന്ന ആളുകൾ, ഭാര്യയെ തെറി വിളിക്കുന്നവർ, അനാവശ്യമായ വാക്ക് പറയുന്നവർ, പബ്ലിക്കായിട്ട് ഇൻസൾട്ട് ചെയ്യുന്നവർ, മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ വഴക്ക് കൂടുന്നവർ, കുടുംബത്തിൻ്റെ മുമ്പിൽ, മറ്റുള്ളവരിൽ അഥവാ മക്കളുടെ മുന്നിൽ പോലും പ്രിയപ്പെട്ട ഭാര്യയോട് ദേഷ്യപ്പെടാൻ പാടില്ല. മക്കൾ ബഹുമാനിക്കുന്ന ആളാണ്, അവരുടെ ഉമ്മയാണ്. അവരോടൊരിക്കലും അവരുടെ മുമ്പിൽ പോലും നമ്മൾ മോശമായിട്ട് സംസാരിക്കാൻ പാടില്ല. ബാപ്പാൻ്റെ മക്കളുടെ മുമ്പിൽ വെച്ച് ബാപ്പയോട് മോശമായ സംസാരം ഒരിക്കലും ഉമ്മയും പറയാൻ പാടില്ല. ഇനി രണ്ടാമത്തെ കാര്യം അൽളുൽമു വൽ ഈദാഉ, ആക്രമിക്കലാണ്. നമ്മൾ ഒന്നാമത് പറഞ്ഞത് മോശമായ വാക്കുകളാണെങ്കിൽ ചില ആളുകൾ ആക്രമിക്കുന്നവരുണ്ട്. ഉന്തുകയും തള്ളുകയും തല്ലുകയും ചെയ്യുന്നവർ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേത് അടിയായിരിക്കും. അങ്ങനത്തെ പുരുഷന്മാരുണ്ട്. തൻ്റെ ശാരീരികമായ കായികമായ ബലം ഉപയോഗിച്ച് തൻ്റെ പ്രിയപ്പെട്ടവളെ കീഴ്പ്പെടുത്തി വെക്കുന്നവർ. അത്ര മോശമായ ഒരു പുരുഷന്മാർ, ഭർത്താക്കന്മാർ ലോകത്തില്ല. അവർക്കൊരിക്കലും അവരുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ആ മനോഹാരിത അനുഭവിക്കാൻ കഴിയില്ല. തൻ്റെ ഇണയാണ്, തൻ്റെ കൂടെയുള്ളവരാണ്,
തൻ്റെ കൂടെ ഉള്ളവളാണ്, അവൾ ഒരിക്കലും അടിക്കാൻ എങ്ങനെ തോന്നാനാണ്? ഒരിക്കലും തൻ്റെ പ്രിയപ്പെട്ടവളെ അടിക്കാൻ പാടില്ല. ഏറ്റവും ബലഹീനനായ മോശമായൊരു സ്വഭാവമാണ് ഭർത്താവിൻ്റേത്. അയാളുടെ കഴിവുകേടാണ് ഭാര്യയെ അടിക്കുക എന്നത്, അല്ലേ? കാരണം പുരുഷനെ സംബന്ധിച്ചിടത്തോളം കായികപരമായി സ്ത്രീ കഴിവ് കുറഞ്ഞവളാണ്. അത് ഉപയോഗപ്പെടുത്തുന്നത് ഏറ്റവും മോശമാണ്, സ്ത്രീകളെ അടിക്കുക എന്നത്. അല്ലെങ്കിൽ മറ്റൊന്ന് ഭീഷണിപ്പെടുത്തുക, ഞാൻ നിന്നെ കൊന്നുകളയും, അല്ലെങ്കിൽ നിന്നെ ത്വലാക്ക് ചൊല്ലും, നിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആക്കും. ഇങ്ങനെയുള്ള വാക്കുകളൊന്നും ഒരിക്കലും ഭാര്യയോട് പറയാൻ പാടില്ല. ദേഷ്യം വരുമ്പോൾ പോലും പറയാൻ പാടില്ല. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആ ദാമ്പത്യ ജീവിതത്തിൽ എന്ത് ബറക്കത്താണുള്ളത്? പിന്നെ എങ്ങനെയാണ് അവർക്ക് അവരുടെ വീട്ടിലൊരു സ്വർഗ്ഗം ഉണ്ടാക്കാൻ പറ്റുക? അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ. ഇനി മൂന്നാമത്തെ കാര്യം, കശ്ഫുൽ ഇസ്റാർ, രഹസ്യം പുറത്തു പറയൽ. ഒരിക്കലും ഭാര്യയും ഭർത്താവും പരസ്പരം ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഭർത്താവിൻ്റെ ശാരീരികമായ മാനസികമായ കുറവുകൾ, ഭാര്യയുടെ കുറവുകൾ അത് കൂട്ടുകാരോട് പറയുക. അവൾക്കതിനൊന്നും കഴിയൂല, അവൾക്ക് സംസാരിക്കാൻ കഴിയൂല, അയാൾക്ക് ധൈര്യമില്ല, അയാൾ വല്ലാത്ത ഒരു പാവാണ്. അങ്ങനെ അയാളുടെ സ്വഭാവത്തെക്കുറിച്ചോ ശാരീരിക പ്രകൃതിയെക്കുറിച്ചോ അയാൾക്കിടയിൽ സംഭവിച്ച, ഭാര്യയ്ക്കിടയിൽ ഭർത്താവിനിടയിൽ സംഭവിച്ച കുറവുകളെ, പ്രശ്നങ്ങളെ നാട്ടുകാരോടൊക്കെ പോയി പറയുക, തൻ്റെ വീട്ടിൽ പോയി പറയുക, മാതാപിതാക്കളോട് പറയുക, കൂട്ടുകാരോട് പറയുക. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഭാര്യയും ഭർത്താവും പരസ്പരം ഒന്നായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ വെവ്വേറെ രഹസ്യങ്ങളില്ല. ഓരോരുത്തരുടെയും രഹസ്യങ്ങളും രണ്ടുപേരുടേതുമാണ്. അത് പുറത്തു പറഞ്ഞാൽ, ഞാൻ എൻ്റെ ഭാര്യയുടെ രഹസ്യം പുറത്തു പറയുമ്പോൾ അത് എൻ്റെ രഹസ്യം കൂടെയാണ് ഞാൻ പുറത്തു പറയുന്നത് എന്ന് ഭർത്താവ് ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഖിയാമത്ത് നാളിൽ ഏറ്റവും മോശക്കാരനായി കണക്കാക്കുന്നത് ഭാര്യയുടെ രഹസ്യം പുറത്തു പറഞ്ഞ ആളാണ്, അല്ലേ? പുരുഷന്മാരാണ് കൂടുതൽ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുരുഷന്മാരെ കുറിച്ച് പറഞ്ഞത്. ഇനി മറ്റൊന്നാണ് കിസ്റത്തു ശക്ക്, സംശയരോഗിയായ ഭർത്താവ്, സംശയരോഗിയായ ഭാര്യ. ഭാര്യ ആർക്കെങ്കിലും ഫോൺ ചെയ്താൽ ഭർത്താവിന് സംശയം. പിന്നെ ഫോൺ ചെക്ക് ചെയ്യലായി, വാട്സപ്പ് ചെക്ക് ചെയ്യലായി, ഫോൺ റെക്കോർഡിങ് ചെയ്യലായി. ഇങ്ങനെ ആർക്കെങ്കിലും ഫോൺ വിളിക്കുമ്പോഴേക്ക്, പുറത്തെവിടേക്കെങ്കിലും പോകുമ്പോഴേക്ക് സംശയത്തിൻ്റെ നിഴലോടുകൂടെ നോക്കുന്ന ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എവിടേക്കെങ്കിലും പോയാൽ തിരിച്ചു വന്നാൽ അയാളെ സംശയിക്കുക, എങ്ങോട്ടാണ് പോയത്, എന്തിനാണ് പോയത്. നല്ല ഉദ്ദേശത്തോടു കൂടെ ചോദിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. എന്തൊരു കാര്യം ചെയ്താലും അതിൽ അനാവശ്യമായ സംശയം കൊണ്ടു നടക്കുന്ന ആളുകൾ, അവർക്കൊരിക്കലും അവരുടെ ദാമ്പത്യ ജീവിതം അനുഭവിക്കാൻ കഴിയൂല. മരണം വരെ അവരിങ്ങനെ സംശയിച്ച് ജീവിക്കുമെന്ന് മാത്രം. തൻ്റെ പ്രിയപ്പെട്ട ഇണയെ, ഭാര്യയാവട്ടെ ഭർത്താവട്ടെ, പൂർണ്ണമായും അവരെ വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ആ മധുരമായ, മനോഹാരിതമായ ആ ഒരു ജീവിതം നമുക്ക് ആസ്വദിക്കാൻ കഴിയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇനി അഞ്ചാമത്തെ കാര്യം, അത്തക്കബ്ബുറു, അഹങ്കാരിയായ ഭാര്യ, അഹങ്കാരിയായ ഭർത്താവ്. ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരു ചെറിയ അണുമണി തൂക്കം കിബറുള്ളവൻ സ്വർഗ്ഗത്ത് കിടക്കൂല. ദുനിയാവിൽ കിബറുള്ളവൻ, നമ്മളിവിടെ പറയുന്നത് അവരുടെ ദാമ്പത്യ ജീവിതമെന്ന മനോഹര സ്വർഗം അവർക്ക് ആസ്വദിക്കാൻ കഴിയൂല. അള്ളാഹു ഭൂമിയിൽ നൽകിയ സ്വർഗ്ഗമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അത് ആസ്വദിക്കാൻ കഴിയൂല. ഭാര്യ എൻ്റെ കീഴിലാണ്, അവൾ എൻ്റെ പ്രജയാണ്, ഞാനാണ് വലിയവൻ. അവളുടെ അഭിപ്രായങ്ങൾക്ക് വില നൽകാതെ, അവളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കാതെ, ഞാൻ തരുന്നത് വാങ്ങിയാൽ മതി, ഞാൻ പറയുന്നത് ചെയ്താൽ മതി, ഇങ്ങനെയുള്ള ചിന്താഗതിയുള്ള പുരുഷന്മാർ അയാളോടൊപ്പം എങ്ങനെയാണ് ഭാര്യ ജീവിക്കുക? നേരെ തിരിച്ചും അഹങ്കാരിയായ ഭാര്യ ഭർത്താവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇകഴ്ത്തുകയും, ഞാനാണ് ഇവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, മക്കൾക്കിടയിൽ അവരുടെ പ്രിയപ്പെട്ട ഉപ്പയെ ഇകഴ്ത്തി സംസാരിക്കുക, അയാൾ കഴിവില്ലാത്ത ആളാണ്, കഴിവുകെട്ട ആളാണ്, ഇങ്ങനെ സംസാരിക്കുന്ന ഭാര്യ, അല്ലെങ്കിൽ ചെയ്യുന്ന ഭാര്യ, അല്ലെങ്കിൽ ഭാര്യയെ താഴ്ത്തിക്കെട്ടുന്ന ഭർത്താവ്, ഇവരെങ്ങനെയാണ് ഭൂമിയിൽ ആ സ്വർഗം ആസ്വദിക്കുക എന്നതാണ്. രണ്ടുപേരും സ്നേഹത്തോടു കൂടെയാണ്, അവൾ എൻ്റേതാണ്, അയാൾ എൻ്റേതാണ് എന്നുള്ളൊരു ചിന്തയാണ് വേണ്ടത്. അയാൾ എവിടെ തോൽക്കുന്നോ അവിടെ ഞാനും തോൽക്കുന്നു, അവൾ എവിടെ തോൽക്കുന്നോ അത് എൻ്റെ കൂടെ തോൽവിയാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ആ ദാമ്പത്യ ജീവിതം മനോഹരമാകുന്നത്. ഇനി ആറാമത്തെ കാര്യം, അൽ കദിബു, കളവ് പറയാം. കളവ് പറയാം, ഭാര്യയോട് നുണ പറയുന്ന, എവിടെയാണ് പൈസ ചെലവാക്കിയത്, എന്തിനാണ് ചെലവാക്കിയത് എന്ന് കള്ളം പറയുന്നത്, യാത്രയെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങളെക്കുറിച്ച് കളവ് പറയുന്ന ഭർത്താവ്. അതുപോലെ തന്നെ ഭാര്യ, അയാളുടെ പണം, അയാൾ നൽകിയ പണം മറ്റുള്ള ആവശ്യങ്ങൾക്ക് ചെലവഴിച്ച് അത് വീണ്ടും കളവ് പറയേണ്ടി വരുന്ന ഭാര്യ.
അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഉള്ളതുപോലെ തുറന്നു പറയേണ്ടതിൽ നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടവരാണ് ഭാര്യയും ഭർത്താവും. അവരോടാണ് നമ്മൾ സത്യം പറയേണ്ടത്. അവരോടാണ് കളവ് ആരോടും പറയാൻ പാടില്ല. എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ കളവ് കടന്നു വന്നു കഴിഞ്ഞാൽ അവിടെ ബർക്കത്ത് നഷ്ടപ്പെട്ടു. അതോടൊപ്പം അപ്പോഴാണ് സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇനി 7ാമത്തെ കാര്യം അൽ-ഇഹ്മാലു, അവഗണിക്കലാണ്. ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് അവഗണനയാണ്. ഭർത്താവിനെ അവഗണിക്കുന്ന ഭാര്യയെ അവഗണിക്കുന്ന ഭർത്താവ്, അയാൾ ജോലി തിരക്കിലാണ്. അവൾ ഫോൺ വിളിക്കുന്ന സമയത്ത് അയാൾ മൈൻഡ് ചെയ്യുന്നില്ല. അവളയച്ച മെസ്സേജുകൾക്ക് അയാൾ റീപ്ലൈ കൊടുക്കാൻ അയാൾക്ക് സമയമില്ല. അത് അവളല്ലേ. മറ്റുള്ളവർക്കൊക്കെ അയാൾ വലിയ മുൻഗണന കൊടുക്കുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവളെ അവഗണിക്കുകയാണ്. വാക്ക് പറഞ്ഞാൽ പാലിക്കാതിരിക്കുക, അല്ലേ? ഇന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവളല്ലേ, അല്ലെങ്കിൽ അത് അയാളല്ലേ? അത് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അവൾ എൻ്റെ ഭാര്യയല്ലേ എന്നുള്ളൊരു ചിന്താഗതി. എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ അവർക്കാണ് മുൻഗണന കൊടുക്കേണ്ടത്. അവഗണിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇനി 8ാമത്തെ കാര്യം അൽ-ബുഖ്ലു വൽ-ഇസ്റാഫു, പിശുക്കത്തരവും ഉണ്ടാകാൻ പാടില്ല. അതോടൊപ്പം തന്നെ അനാവശ്യമായി ചിലവഴിക്കാനും പാടില്ല. പിശുക്കനായ ഭർത്താവിൻ്റെ കൂടെ ഭാര്യയ്ക്ക് ജീവിക്കാൻ കഴിയൂല. കാരണം അവളുടെ ആവശ്യങ്ങളൊന്നും അയാൾ നിറവേറ്റി കൊടുക്കുകയില്ല. ഇതേപോലെ തന്നെ അനാവശ്യമായി പണം ചിലവഴിക്കുന്ന ഭാര്യ, ഇയാൾ സമ്പാദിക്കുന്നത് മുഴുവനും അവൾ വസ്ത്രം വാങ്ങാനും മേക്കപ്പ് സാധനങ്ങൾ വാങ്ങാനും യാത്രകൾ പോകാനും അനാവശ്യമായി ദൂർത്തടിക്കുന്ന ഭാര്യയാണെങ്കിൽ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അവർക്കൊരു ഭൂമിയിലെ സ്വർഗം പണിതുയർത്താൻ കഴിയൂല. അവരെപ്പോഴും പ്രശ്നത്തിലായിരിക്കും. അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തിക വെല്ലുവിളി എന്തായാലും നേരിടാൻ സാധ്യതയുണ്ടല്ലോ. ഒരാൾ സമ്പത്തുണ്ടായിട്ട് അത് തീരെ ലഭിക്കാത്ത ആൾ, മറ്റൊരാൾ ഉള്ള സമ്പത്ത് മുഴുവനും അനാവശ്യമായി ചിലവഴിക്കുക, രണ്ടും വലിയ ദുരന്തമാണ്. ഒന്നുണ്ടായിട്ട് അനുഭവിക്കാൻ കഴിയാതിരിക്കുക, മറ്റൊന്ന് അനാവശ്യമായി അനുഭവിച്ച് പിന്നീട് വലിയ ദുരന്തം വരുത്തി വെക്കുക. രണ്ടും വലിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ അനാവശ്യമായിട്ട് ചിലവാക്കാനും പാടില്ല, അതോടൊപ്പം തന്നെ ആവശ്യത്തിന് ചിലവാക്കാതിരിക്കാനും പാടില്ല. ഇതാണ് 2 കാര്യങ്ങൾ. ഏതൊക്കെയാണ്? അൽ-ബുഖ്ലു വൽ-ഇസ്റാഫു, അനാവശ്യമായ ചിലവും അതുപോലെ തന്നെ പിശുക്കത്തരവും. വലാ തുബദ്ദിർ തബ്ദീറ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനു ശയാത്തീൻ, അധികമായി ചിലവ് നടത്താൻ പാടില്ല. അനാവശ്യമായി പണം ചിലവഴിക്കുന്നവൻ അതൊരു തെറ്റായ പ്രവൃത്തിയാണെന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇനി 9ാമത്തെ കാര്യം തുർക്കു ഹുഖൂഖ്, അവകാശങ്ങൾ നിഷേധിക്കുക. ഭാര്യയ്ക്ക് ചില അവകാശങ്ങളുണ്ട്, അതുപോലെ തന്നെ ഭർത്താവിന് ചില അവകാശങ്ങളുണ്ട്. ഇത് ഭാര്യ വകവെച്ചു കൊടുക്കണം. റെസ്പെക്റ്റ്, 2 പേർക്കും അവകാശപ്പെട്ടതാണ് ബഹുമാനം, അവരുടെ മാന്യത കാത്തു സൂക്ഷിക്കുക എന്നത്. ഭാര്യയ്ക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കലും ഭക്ഷണവും നല്ല സമാധാനമുള്ള പാർപ്പിടവും കൊടുക്കേണ്ടത് ഭർത്താവിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ ഭർത്താവിന് വേണ്ട സ്നേഹവും പരിഗണനയും സപ്പോർട്ടും കൊടുക്കേണ്ടത് ഭാര്യയുടെ ഉത്തരവാദിത്തമാണ്. അത് അയാളുടെ അവകാശമാണ്. ഇത് നമ്മൾ കൊടുക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ നമ്മുടെ ദാമ്പത്യ ജീവിതം നമുക്കൊരിക്കലും സ്വർഗമാക്കാൻ കഴിയില്ല. സന്തോഷത്തോടുകൂടെ അവർ ജീവിക്കുന്നുണ്ട്, ഇവർ ജീവിക്കുന്നുണ്ട്, എൻ്റെ ജീവിതം എന്താണ് ഇങ്ങനെയായി എന്ന് പരാതി പറയുന്നവർ ഓർക്കുക, ഈ പറയപ്പെട്ട 10 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ ഉണ്ട് എങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണ്. ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഒഴിവാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇനി അടുത്തതാണ് സൂഉൽ ലന്നി വത്തജസ്സുസി, അനാവശ്യമായ ധാരണകൾ. നമ്മൾ സംശയം പറഞ്ഞല്ലോ, അതുപോലെ തന്നെയാണ് ചാരപ്രവൃത്തി ചെയ്യുക. ഭർത്താവിൻ്റെ ഫോൺ റെക്കോർഡ് ചെയ്യുക, ഭാര്യയുടെ ഫോൺ റെക്കോർഡ് ചെയ്യുക, വാട്സപ്പ് സന്ദേശങ്ങളൊക്കെ രഹസ്യമായി നോക്കി വായിക്കുക. അവളുടെ ഉമ്മയോട് എന്തൊക്കെയാണ് പറയുന്നത്, അവളുടെ അനിയത്തിയോട് എന്തൊക്കെയാണ് പറയുന്നത്, ബാപ്പയോട് എന്തൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ഫോൺ തുറന്നിട്ട് ഫോണിൽ ആർക്കൊക്കെയാണ് വിളിച്ചിട്ടുള്ളത്, ഇൻസ്റ്റഗ്രാമിൽ ആർക്കൊക്കെയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്, അയാളുടെ മാതാവിനോട് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്, അതുപോലെ തന്നെ അയാളുടെ ഫോൺ അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ സ്പൈ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് അവർക്കിടയിൽ വിള്ളലുണ്ടാവാനാണ് സാധ്യത. പലതും അയാളുടെ ഉമ്മയോട് പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ അവളുടെ ഉമ്മയോട് പറയുന്നുണ്ടാവും. നമ്മൾ ഒരിക്കലും അറിയണ്ടാത്ത കാര്യങ്ങളായിരിക്കും. ഇതിൽ പോയി തലയിട്ട് ഇതെല്ലാം കുത്തിക്കുറിച്ച് അന്വേഷിച്ച് വീണ്ടും അവർക്കിടയിൽ അതൊരു പ്രശ്നമുണ്ടാവാനാണ് സാധ്യത. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ബർക്കത്ത് നൽകട്ടെ. സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ ഒരുമയോടെ ജീവിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.